ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭാരാധനയുടെ ദിവസം നമുക്കൊരുമിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോട് കടന്നു വരുവാൻ, ആത്മീയ ആരാധനയിൽ ഭാഗമാകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ദൈവം നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ചു. എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും കടന്നു വരാതെ ദൈവം അവിടുന്ന് പരിപാലിച്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയയാണ്. ആ നല്ല കർത്താവിന് എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനം 28ാമത്തെ സങ്കീർത്തനമാണ്. അനേക സങ്കീർത്തനങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. എന്നാൽ വായിക്കാത്തൊരു സങ്കീർത്തനം നോക്കിയപ്പോൾ 28 എൻ്റെ മനസ്സിൽ ഓടി വന്നത്. ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് സഹായത്തിനായി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൽ ദാവീദിനൊരു കാര്യം നിശ്ചയമായിട്ടും അറിയാൻ കഴിയും. എന്നെ സഹായിക്കുവാൻ മാനുഷികമായ കരങ്ങൾ ഇല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവമാണ് എന്നെ സഹായിച്ചത്. ഇനി മേലിലും ഈ ദൈവമാണ് എന്നെ സഹായിക്കുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം ദാവീദിന് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവയെ നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ തന്നെ. മതി. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ. അടുത്ത പദം ഇങ്ങനെയാണ്: നീ കേൾക്കാതിരിക്കരുത്, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. അപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എങ്കിൽ, കർത്താവ് മൗനമായിരുന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്നു കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. അതിൻ്റെ തെളിവ് 6-ാം വാക്യത്തിലുണ്ട്. 6-ാം വാക്യം ഒന്ന് വായിക്കാം. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ഓ യഹോവ, നമ്മുടെ കർത്താവ് പാറയാകുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. കരം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയാതെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? നമ്മൾ പ്രാർത്ഥനയുടെ മറുപടി കേട്ടതുകൊണ്ടല്ലേ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ഒന്ന് നോക്കിയാൽ നമ്മൾ എത്രയോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട പെൻഡിങ്ങൊക്കെയുണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ വന്നത് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തത് ഓർത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾക്കറിയാം ആരാധനയാണ് വലുത്. മറ്റേ പെൻഡിങ്ങൊക്കെ അവിടെ കിടന്നോട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ജീവശ്വാസം പോലെയാണ്. അതൊരു ഭാഗ്യ പദവിയാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് അതേ വചനത്തിൽ ഇങ്ങനെ കാണുന്നതിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മറ്റു വാക്യങ്ങളെല്ലാം ഒത്തിരി ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ സമയം നമ്മുടെ മുൻപിൽ നിൽക്കുകയില്ല. എന്നെ ദൈവവചനം എനിക്ക് തന്ന വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ സങ്കീർത്തന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേൻ, ഇവിടെ ദൈവത്തെക്കുറിച്ച് 3 പദങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ദാവീദ് പ്രത്യേകം എടുത്ത് ഉദ്ധരിക്കുന്നതാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, എൻ്റെ പാറയായ കർത്താവ്, എൻ്റെ പാറയായ ദൈവം, എൻ്റെ പാറയായ യഹോവ. രണ്ടാമതായി 7-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, എൻ്റെ എൻ്റെ ബലമായ യഹോവ. ഓ ഹല്ലേലൂയ, എൻ്റെ ബലമായ ദൈവം. അതിൽ തന്നെ ആ വാക്യത്തിൽ തന്നെയുണ്ട് എൻ്റെ പരിചയായ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെ ഈ 3 വിധത്തിലുള്ള സംരക്ഷണമല്ലേ നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചറിയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം പാറയാകുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് ഒരു സ്ഥിരതയാ. ആമേൻ. മനുഷ്യനെ പോലെ മാറിപ്പോകുന്നവനല്ല. നമ്മുടെ ദൈവം പാറ എന്ന് പറയുമ്പോൾ ഉറപ്പിനെ കാണിക്കുകയാണ്. കർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ആമേൻ. നമ്മുടെ പാറയാകുന്ന കർത്താവ്. അപ്പോൾ തന്നെ ആമേൻ, നമ്മുടെ കർത്താവ് ആരാ? ആമേൻ, ക്രിസ്തുവാകുന്ന പാറയാ, അടിക്കപ്പെട്ട പാറയാ. ഈ പാറയിൽ നിന്ന് തൻ്റെ ജനത്തിന് തേൻ കൊടുക്കും. ഈ പാറയിൽ നിന്ന് തൻ്റെ ജനത്തിന് ജീവന്റെ വെള്ളം കൊടുക്കുന്ന ദൈവമാ.
ഹല്ലേലൂയ. പാറയാകുന്ന കർത്താവ്, ഓർത്തോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. ബലമാകുന്ന കർത്താവ്, പരിചയാകുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവവചനം ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ 2 വാക്യമാണ് എൻ്റെ ഉള്ളിൽ അത് ഉടക്കി സംസാരിക്കുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നത്. അതിനാധാരമായി ആ സങ്കീർത്തനത്തിൽ തന്നെ 7-8 വാക്യം ഒന്ന് വായിക്കാം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം അവനിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു, അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവയെ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷക്തന് അവൻ രക്ഷാദുർഗം തന്നെ. മതി. ഹല്ലേലൂയ. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. 8-ാം വാക്യത്തിൽ കാണുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ വിഷയം വേറൊന്നുമല്ല, ബലവാനായ ദൈവത്തിൽ നാം ബലപ്പെടണം. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. ബലവാനായ ദൈവത്തിൽ നമ്മൾ ഓരോരുത്തരും ബലപ്പെട്ടിട്ട് വേണം മടങ്ങിപ്പോകുവാൻ. നമുക്കറിയാം, നമ്മെ തകർത്ത് കളയുവാൻ, നിരാശപ്പെടുത്തുവാൻ ശത്രു ബലത്തോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നമ്മൾ തകർന്ന് ആത്മീയത്തിൽ ശോഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോടുള്ള ആ മനോഭാവത്തിനൊക്കെ മാറ്റം വരുന്ന നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് നിരാശപ്പെടുത്തി നമ്മെ ഹല്ലേലൂയ ഏത് വിധേനയും കുറച്ച് കളയുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക ലോകമാണ് ഈ ലോകം. എന്നാൽ അവിടെ നമുക്ക് നിലനിൽക്കുവാൻ എന്തു വേണം? ഉയരത്തിലെ ബലം വേണം. ഹല്ലേലൂയ. ഉയരത്തിലെ ബലമാണ് ഇതിൽ തകർന്നു പോകാതെ നമ്മെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നാം തളർന്നു പോകണം, ക്ഷീണിച്ചു പോകണം എന്നൊക്കെ പിശാച് വാദിച്ച് വെല്ലുവിളിച്ച് നിൽക്കും. അതെല്ലാം അനുഭവിച്ചറിയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ അവിടെ തളർന്നു പോകാതെ പല രൂപത്തിലാണ് പിശാച് നമ്മെ തകർത്ത് കളയുവാൻ വരുന്നത്. ചിലപ്പോൾ രോഗത്തിന്റെ രൂപത്തിൽ വരും, കടഭാരത്തിന്റെ രൂപത്തിൽ വരും, അല്ല തലമുറയോടുള്ള ബന്ധത്തിൽ വരാം. ഹല്ലേലൂയ. അല്ല ആ ഒറ്റപ്പെടലുകളെ, നിന്ദയുടെ, പരിഹാസത്തിന്റെ വാക്കുകൾ ഒക്കെ കടന്നു വരാം. പോരാ, സദൃശവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, മൂർച്ച പോലുള്ള വാക്കുകൾ അതേ വാളുകൊണ്ട് കുത്തുന്നത് പോലെയൊക്കെ വരാം. അവിടെയും ക്ഷമയോടെ സഹിച്ചു നിൽക്കുന്ന നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവകൃപ, ആ ഉയരത്തിലെ ബലമുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നത്? ബലം. ഹല്ലേലൂയ. എൻ്റെ ബലമായ കർത്താവ്. നമ്മുടെ നമ്മുടെ ശാരീരിക ബലം കൊണ്ട് അവിടെ ഒന്നും നടക്കുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ ജയിച്ചു മുന്നേറുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അവിടെ തളരാതെ മുന്നേറുവാൻ അവിടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധി നിൽക്കുവാൻ കഴിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയിൽ നിലവിളിയോടെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. 62-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ ഉണ്ട്. എന്താ വായിക്കുന്നത്? ബലവും മഹത്വവും എന്നെ ഒന്ന് വായിച്ചാട്ടെ. 63-ന്റെ 2. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിന്നെ നോക്കിയിരിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിന്നെ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഇടവിടാതെ പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിക്കും 3 നേരം പ്രാർത്ഥിച്ചാൽ മതിയോ, 2 നേരം പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവകൃപ, ആ അഭിഷേകത്തിന്റെ ബലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത്. വായിക്കേണ്ടത് നമുക്കറിയാവുന്ന ഭാഗങ്ങളാ. എന്നാൽ ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിലെ ബലം നമുക്ക് നൽകും. ആ മഹിമ കാണുവാൻ നമുക്ക് കഴിയും. അവിടുത്തെ ബലം നമ്മുടെ മേൽ പകരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേ മുന്തിരിച്ചക്കിനരികെ മിദ്യാന്യർ കാണാതെ അതേ മെതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗിദെയോനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗിദെയോൻ ഹല്ലേലൂയ മുന്തിരിച്ചക്കിനരികെ മെതിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായിട്ട് ഗിദെയോനോട് പറയുകയാ, പരാക്രമശാലിയേ, ഓ ഹല്ലേലൂയ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന ദൂതൻ അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ഗിദെയോൻ പറയുകയാ, അങ്ങ് എന്നോട് കൂടെയുണ്ടെങ്കിൽ, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാര് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും അതേ ഇരുമ്പുലയിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് സമുദ്രത്തെ ഹല്ലേലൂയ വിഭാഗിച്ച് ഹല്ലേലൂയ തന്റെ ജനത്തെ അക്കരെ കടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ ഇപ്പോൾ ദൈവം വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു.
ഈ ബലത്തോടെ നീ പോ, ഈ ബലത്തോട് നീ പോ. ചില സാഹചര്യങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലയോ എന്ന് വിചാരിച്ചുകൊണ്ട് മനം കലങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദര, നിന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. ഈ ബലത്തോടെ പോണം കേട്ടോ. ഈ ബലത്തോട് നീ പോണം. ഉയരത്തിലെ ബലമാണ് നിന്നെ ശക്തീകരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ യഹോവ അവനെ നോക്കി പറയുകയാണ്, ഈ ബലത്തോടെ നീ പോകൂ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അതിൻ്റെ ഭാഗങ്ങളൊക്കെ. കഴിഞ്ഞ പകൽക്കാലവും ഇവിടെ രാജു സാർ സങ്കീർത്തനം സംസാരിച്ചപ്പോൾ 81 സങ്കീർത്തനത്തിൽ 1 വാക്യത്തിൽ എന്താ വിളിച്ചു പറഞ്ഞത്? നമ്മുടെ ബലമായ കർത്താവിനെ ഘോഷിപ്പിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അമ്മേ, സദൃശവാക്യങ്ങൾ 18 അധ്യായം 10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ഹല്ലേലൂയ. 46 സങ്കീർത്തനം 1 മുതൽ വായിക്കുമ്പോൾ യഹോവ നമ്മുടെ ബലമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ കോപം കൊണ്ട് അത് ഇരച്ച് കലങ്ങിയാലും ഭയപ്പെടരുത്, ഭയപ്പെടരുത്. യഹോവ കൂടെയുണ്ട്. ഈ ബലത്തോടെ നീ യാത്ര ചെയ്യണം. യെസ്, യഹോവ അതിന്റെ 4 വാക്യത്തിൽ കാണുന്നു, ഞാൻ അവരുടെ നടുവിലുണ്ട്, ഞാൻ അവരുടെ മധ്യേ വസിക്കുന്നു. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമതായി ഈ നമ്മുടെ ചിന്താവിഷയം മറക്കരുത്. ബലവാനായ ദൈവത്തിൽ നാം ബലപ്പെടണം എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ നിന്നും നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് സംസാരിക്കുന്നത്. രണ്ടാമതായി എഫേസ്യ ലേഖനം 2 അധ്യായം 10 വാക്യം ഒന്ന് എടുത്താട്ട് വായിക്കാം. എഫേസ്യ ലേഖനം 2:10. നാം അവന്റെ കൈപ്പണിയായി അല്ലല്ല, എഫേസ്യ ലേഖനം 6:10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വാഗൊണ്ടൊന്ന് പറഞ്ഞേ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എങ്ങനെയുള്ള ബലമാണ്? അമിത ബലം. പ്രൈസ് ദി ലോർഡ്. സാധാരണ ബലമല്ല ഇവിടെ പറയുന്നത്, അമിത ബലം. അമിത ബലം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണേ, അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണേ. 2023 ബലം പോരാ, 2024 നീ ജീവിക്കുവാൻ ആമേ പോരാ, പോരാ. കഴിഞ്ഞ ദിവസത്തെ ബലം പോരാ, ഇന്ന് അധിക ബലം, അമിത ബലം. ഓ, അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണം. കഴിഞ്ഞ നാളുകളിലെ പ്രശ്നങ്ങളല്ല, പുതിയ ദിവസങ്ങൾ പുതിയ തന്ത്രങ്ങളുമായി പുതിയ വിഷയങ്ങളുമായി നിന്നെ കോരിയെടുക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ സാധാ ബലം കൊണ്ട് നടക്കത്തില്ല, അമിത ബലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ടാണ് ഏലീശ പറഞ്ഞത് എന്തോന്നറിയാമോ? നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഏലിയാവേ, നിന്റെ ശുശ്രൂഷ കാലത്തെ അന്ന് അത് മതിയായിരുന്നു. എന്നാൽ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വല്ലാത്ത കാലഘട്ടമാ. അവിടെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ ഇരട്ടി പങ്ക് മതിയേ. യെസ്, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ബലം കൂടിക്കൊണ്ടുവരണം, അമിത ബലം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ. ആമേൻ. അമിത ബലത്തിൽ, ആമേൻ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അതിന്റെ അടുത്ത വാക്യം എന്താ വായിച്ച? അടുത്ത വാക്യം എന്തിനാണെന്നറിയോ? അമിത ബലം. അടുത്ത ഭാഗമുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ. മനസ്സിലായോ? ആമേൻ. കഴിഞ്ഞ ഇതിനു മുൻപ് നമ്മൾ വായിച്ചത് ആമേൻ എന്തായിരുന്നു? ആമേൻ, ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങളില്, കഷ്ടതയുടെ ചില ആമേൻ സാഹചര്യങ്ങളില്, ആമേൻ, ഒറ്റപ്പെടലിന്റെ ചില സാഹചര്യങ്ങളില് നിലനിൽക്കുവാൻ ബലം തരണമേ എന്ന് പറഞ്ഞെങ്കിൽ, എന്നാൽ ഇവിടെ അതല്ല, അതിലും വലുതാ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ എനിക്ക് ബലം വേണം. അത് സാധാ ബലമല്ല, അമിത ബലം വേണം, അമിത ബലം വേണം. യെസ്, ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കുഞ്ഞെ നിനക്ക് അമിത ബലമുണ്ടായേ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ആരെ തെറ്റിക്കുവാനും ആരെ തന്ത്രം മെനഞ്ഞ് തകർക്കുവാനും പിശാച് അതിബലത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അമിത ബലത്തിനായി എത്ര പേര് കാത്തിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരമിത ബലത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. ഡബിൾ പോർഷൻ. അതാണ് പറഞ്ഞത് ആര്? എലീശ പറയുകയാണ്, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 92:10 എന്താ വായിക്കുന്നത്? കാട്ടുപോത്തിന് തുല്യമായ, ഒന്ന് വായിക്കാമോ നമുക്ക്? എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എത്ര പേർക്ക് അത് മനസ്സിലായി? പുതിയ എണ്ണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, കഴിഞ്ഞ എണ്ണയല്ല, ഇന്നലത്തെ എണ്ണയല്ല, കഴിഞ്ഞ നാളുകളെ എണ്ണയല്ല, പുതിയ എണ്ണ, പുതിയ എണ്ണ, പുതിയ അഭിഷേകം. ഇന്നലെ പ്രാപിച്ച ആമേ അന്യഭാഷയും കൊണ്ട് ഇരിക്കരുത്. പുതിയ അന്യഭാഷ. യെസ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 18-ാം അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? 18-ാം വാക്യം 6:18 എന്തോ വായിക്കുന്നത്? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ കണ്ടോ അച്ഛാ, കണ്ടോ, ഏത് നേരത്തും പ്രാർത്ഥിച്ചോണം. 2 നേരത്തെ പ്രാർത്ഥന കൊണ്ട് ഒതുങ്ങരുത്. നമ്മൾ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ഏത് നേരത്തും പ്രാർത്ഥിക്കുന്നത്? ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, ബൈക്ക് ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, ഓഫീസിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥന നാവിൽ കുറഞ്ഞു പോയാൽ അവിടെ നമ്മൾ തളരുവാൻ സാധ്യതയുണ്ട്, അവിടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതയുണ്ട്, എണ്ണ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അഭിഷേകമാണ് നമ്മളെ നിലനിർത്തുന്നത്. പുതിയ എണ്ണ അവിടെ വായിക്കുന്നത്, പാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നീ എന്നെ ഉയർത്തണമെങ്കിൽ പുതിയ എണ്ണ എനിക്ക് ആവശ്യം. ഹല്ലേലൂയ. ഒത്തിരി പറയുവാൻ താല്പര്യമുണ്ടെങ്കിലും സമയത്തിൻ്റെ ദൈവദാസന്മാർ കൊടുക്കണമല്ലോ. ഞാൻ 3-ാമതായി സങ്കീർത്തനം 84:5 വേഗത്തിൽ വായിച്ചാട്ടെ. 84:5. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ടോ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ എങ്ങോട്ടുള്ള വഴിയാണ്? സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. നോക്കിയേ, ആ ഭാഗത്ത് സേല എന്ന പദം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, സങ്കീർത്തനം വായിക്കണം. അതിൻ്റെ മുകളിൽ ദൈവമക്കൾ തിരിച്ചറിയണം, കുത്തിനും കോമയ്ക്കും ഓരോ പദത്തിനും വലിയ അർത്ഥങ്ങളാണ്. മൂലപദത്തിൽ സേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ വായിച്ചതുപോലെയല്ല, ഇനിയുള്ള വായന ലിഫ്റ്റ് അപ്പ് ചെയ്ത് ഉയർത്തി പാടണം എന്നുള്ളതാണ്. എന്താണെന്നറിയോ, അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാക്യമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഏത് ബലമാ? ഉയരത്തിലെ ബലം നിന്നിലുണ്ടോ സഹോദര? ഉയരത്തിലെ ബലം നിന്നിലുണ്ടോ സഹോദരി? നിനക്ക് വേണ്ടി സ്വർഗ കവാടം തുറന്നിരിക്കുകയാ. പെരുവഴികള്, സ്വർഗത്തിൽ പോകുവാൻ ബലം വേണം അമ്മച്ചി. സ്വർഗത്തിൽ പോകുവാൻ ഒരു ബലം വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിലും എന്ത് വേണം? മോക്ഷയാത്ര. മാതാവേ, പിതാവേ, മോക്ഷയാത്രയ്ക്ക് അഭിഷേകം വേണമെന്ന്. അഭിഷേകമില്ലെങ്കിൽ അക്കരെ നാട്ടിൽ എത്തത്തില്ലെന്ന്. ഓ ഹല്ലേലൂയ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ എന്ന് പറഞ്ഞാൽ, സിയോൻ ഏതാ? സ്വർഗീയ സിയോനിലേക്ക് പോകാൻ പിന്നെ ഒരു കുഴപ്പമില്ല. പെരുവഴി നിനക്ക് വേണ്ടി തുറന്നിരിക്കുകയാ. അതുകൊണ്ടാണ് സദൃശ്യവാക്യം ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യം 31-ാം അധ്യായത്തിൽ ഒരു സഹോദരിയെ പറയുന്നുണ്ട്, സാമർഥ്യമുള്ള സഹോദരിയെ കുറിച്ച്. അതിന്റെ 18-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ആമേൻ, സ്തോത്ര. അല്ല, 25-ാം വാക്യം ഒന്ന് എടുത്തേ. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഇതാ കാര്യം. ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് ഗ്രഹിക്കണം കേട്ടോ. ബലവും മഹിമയുമാണ് അവളുടെ ഉടുപ്പ്. ഏത് ബലമാണെന്നറിയാമോ? ഹല്ലേലൂയ. സ്വർഗീയ ബലം, അഭിഷേകത്തിന്റെ ബലം. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. അടുത്തത് ഭാവി കാലം ഓർത്ത്. അതുണ്ടെങ്കിൽ പിന്നെ ഭാവി കാലം ഓർത്തായിരിക്കും പിന്നെ പുഞ്ചിരി തൂകുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? സ്വർഗീയ സിയോനെ കുറിച്ചുള്ള ഓർമ്മയാ. പിന്നെ അതോർത്ത് പുഞ്ചിരി തൂകുകയാണ്. ഈ ലോകത്തിന്റെ ലൗകിക കാര്യങ്ങളെ കുറിച്ച് ഓർത്തോർത്ത് പുഞ്ചിരി തൂകുകയല്ല. ബലമുള്ള മഹിമയുള്ള സഹോദരി പറയുകയാ, എന്റെ ഭാവി കാലം ഓർത്ത് ഞാൻ പുഞ്ചിരി തൂകുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-ാമതായി 132-ാമത്തെ സങ്കീർത്തനം 8-ാം വാക്യം അവസാനമായി അതുകൂടെ വായിച്ചിട്ടിരിക്കാം. 132-ാം അധ്യായം 8-ാം വാക്യം. യഹോവ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. ഓ മതി. യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. എത്ര പേർക്ക് അത് മനസ്സിലായി? അതിൻ്റെ ആത്മീയമാർത്ഥം അറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബലത്തിൻ്റെ പെട്ടകവുമായി വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. വിശ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വസ്ഥതയിലേക്ക് ഇറങ്ങണമേ. ആരുടെയൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അസ്വസ്ഥത നിൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ ഈ ബലത്തിൻ്റെ പെട്ടകം എഴുന്നള്ളും കേട്ടോ.
എഴുന്നള്ളും കേട്ടോ. ആമേ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പൈശാചിക വൈരികൾ അഴിഞ്ഞു പോകും. ഈ ആമേ ബലമുള്ള പെട്ടകം എന്തിനെ കാണിക്കുന്നെന്ന് അറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമുക്കറിയാം, ഹല്ലേലൂയ ഹല്ലേലൂയ, പഴയ നിയമ ഇസ്രായേലായിരിക്കുന്ന ആമേൻ ദൈവജനത്തിന് വേണ്ടി ആമേൻ ദൈവത്തോട് ഉഭയസമ്മതനം ചെയ്ത ഉടമ്പടി ചെയ്ത ദൈവജനത്തിന് വേണ്ടി ദൈവം മുഖാമുഖമായി സംസാരിക്കുവാൻ ഒരു പെട്ടകം അത് ടാബർനാക്കിൾ, അതേ ഹല്ലേലൂയ, ദൈവം അവിടെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ഇസ്രായേൽ ജനത്തിന് ആമേൻ രാജവീതി ഒരുക്കി മരുഭൂമി സഭയായി കടന്നു പോകുമ്പോൾ ദൈവത്തിന് അവരോട് ഇടപെടുവാനും ദൈവം അവരോട് വ്യക്തമായി മോശയിലൂടെ സംസാരിക്കുവാനും ദൈവം ഒരു പെട്ടകം പണിതു. അത് സമാഗമന കൂടാരം, യഹോവയുടെ കൂടാരമെന്നും തിരുനിവാസമെന്നും പെട്ടകമെന്നൊക്കെ പല പേരുകളുണ്ട്. യഹോവയുടെ കൂടാരം എന്ന് പറയുന്നത് ഹല്ലേലൂയ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ദൈവത്തോട് ഉടമ്പടി ചെയ്തവരെ അവർക്ക് വേണ്ടി ഒരു കൂടിക്കാഴ്ച നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ മോശ, ദൈവപുരുഷനായ മോശ ഇതിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ തേജസ് കൊണ്ടങ്ങ് നിറയുകയാ. പുറപ്പാട് പുസ്തകം 33 അധ്യായമൊക്കെ 7 വാക്യം മുതലൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഒറ്റ വാക്യം വായിച്ചേ, 33:7-8 വായിച്ചേ. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിൽ നിന്ന് മോശയെ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. നോക്കിയേ, മുഖാമുഖമായി അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവപുരുഷനായ മോശയുമായി ദൈവം സംസാരിക്കുന്നത് ഒരു സ്നേഹിതനോടെന്ന വണ്ണമാണ് സംസാരിച്ചത്. ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട പെട്ടകം. ഈ പെട്ടകം എന്തിനെ കാണിക്കുന്നതെന്നറിയാമോ? പഴയ നിയമ ഇസ്രായേൽ അക്ഷരികമായി നിഴലായി നിൽക്കുമ്പോൾ അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ്. പെട്ടകത്തിൻ്റെ പണിയെക്കുറിച്ചൊക്കെ ആമേൻ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം ആമേൻ ഹല്ലേലൂയ സ്തോത്രം 25-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം ആമേൻ സ്തോത്രം അതിൻ്റെ 10-ാം വാക്യത്തിൽ കാണുന്നു. ഇതെങ്ങനെ പണി വായിക്കണ്ട, നമുക്കറിയാവുന്ന കാര്യങ്ങളാ. ഖതിരമരം, മരുഭൂമിയിൽ ഹല്ലേലൂയ ഒരു വൃക്ഷമാണ് ഖതിരമരം. ഏകദേശം വലിയ രൂപഭംഗിയൊന്നും ഇല്ലാത്തതാ. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായവുമായി നമ്മളിത് ചേർത്ത് പഠിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ദൈവത്വത്തെ ഈ മരം കാണിക്കുന്നുണ്ട്. അതുപോലുള്ള വലിയ ആത്മീയ മർമ്മങ്ങൾ അതിനകത്തുണ്ട്. ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കാണിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ കുറിച്ച് വളരെ ഭംഗിയായി വിവർത്തനം ചെയ്ത ഒരു പെട്ടകമാണ്. ആ പെട്ടകമാണ് ഇവിടെ സങ്കീർത്തനം പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ ദൈവമേ അങ്ങയുടെ പെട്ടകം, ഹല്ലേലൂയ ഹല്ലേലൂയ സ്വസ്ഥത നൽകുന്ന പെട്ടകം. അവിടുത്തെ വിശ്രാമത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ബലമുള്ള പെട്ടകമാണ്. ആ പെട്ടകം എവിടൊക്കെ കടന്നു വരുന്നോ അവിടെ ആമേൻ ഹല്ലേലൂയ സ്വസ്ഥത നൽകും, അവിടെ സമാധാനം നൽകും. ശത്രുവിൻ്റെ പോരുകൾ അവിടുന്ന് അഴിഞ്ഞു മാറും. ആമേൻ നീ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിന്മേൽ, നീ ഞെരുങ്ങുന്ന ഏത് വിഷയത്തിന്മേൽ ആമേൻ ഹല്ലേലൂയ ഈ പെട്ടകം ഇറങ്ങുന്നുവോ അവിടെ ശാശ്വതമായ ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. അക്ഷരിക പെട്ടകം ഇസ്രായേൽ ജനത്തിന് നിഴലായി നിൽക്കുമ്പോൾ പെട്ടകത്തിൻ്റെ പൊരുൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. കരം ഉയർത്തി സ്തുതിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ നന്ദിയാൽ അങ്ങ് നിറയണം. ഈ പെട്ടകത്തിൻ്റെ പണിയെക്കുറിച്ചൊക്കെ 31-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പെട്ടകത്തിൻ്റെ പണിക്ക് വേണ്ടി ആരെയാ തിരഞ്ഞെടുത്തെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഒരു ബെസലോലിനെ, ഒരു ഒഹോലിയാവിനെയൊക്കെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ എത്ര വലുതാ നമുക്കറിയാം. ഒരു ബെസലേൽ ആരാണെന്നറിയാമോ?
ഓ ആമേൻ ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനായ ബസലേല്, ആമേൻ ഹല്ലേലൂയ, ഹൂരിൻ്റെ കൊച്ചുമകന. ആരാണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. ഹൂരെന്ന് പറയുന്നവന്, ആമേൻ, ദൈവപുരുഷനായ മോശ, ആമേൻ ആമേൻ അമാലേക്കുമായി യുദ്ധം ആമേൻ നടക്കുമ്പോൾ കുന്നിൻ മുകളിൽ കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കരം കുഴഞ്ഞ് താഴെ വീഴുമ്പോൾ, ആമേൻ, അമാലേക്ക് ജയിക്കുവാൻ സാഹചര്യം വന്നപ്പോൾ ഓടിപ്പോയി ആമേ പ്രാർത്ഥനയ്ക്ക് കരം കൊടുത്ത് ആമേ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഹൂര്. ദൈവത്തിന്റെ ദാസന്മാരെ, നീ ദൈവത്തിന് വേണ്ടി ഇന്ന് നിന്നാൽ, കർത്താവിന് വേണ്ടി നിന്നാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. വല്യപ്പച്ചൻ കർത്താവിന് വേണ്ടി നിന്നെങ്കിൽ തലമുറകളെ മാനിച്ചൊരു ദൈവമുണ്ട്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദാൻ ഗോത്രത്തിൽ ഹല്ലേലൂയ ബസലേലിന്റെ മകനായ ഒരു യെഹോലിയാവിനെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ, ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആ പെട്ടകത്തിന്റെ പണിക്ക് വേണ്ടി ദിവ്യാത്മാവിനാൽ നിറച്ചെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ദൂത് പറയുകയാ, ഇന്ന് നീ ആരാധിച്ചാൽ നിന്റെ തലമുറ ദൈവം ചില നിയമങ്ങളെ ആക്കും, ചില നിയോഗങ്ങൾ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നിയോഗങ്ങൾ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്, നീ സ്വപ്നം കാണാത്ത ചില വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. തലമുറയെ അനുഗ്രഹിക്കണമോ? ഇന്ന് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് കർത്താവിന് വേണ്ടി നിന്നാൽ തലമുറകളെ മാനിക്കപ്പെടും. ഹല്ലേലൂയ. വല്യപ്പച്ചൻ കർത്താവിന് വേണ്ടി നിന്നതേ ഉള്ളൂ. നമുക്കറിയാം, ക്രൂശ് ചുമന്ന കുറേനക്കാരൻ ശീമോന് ക്രൂശ് ഒന്ന് ചുമന്നതേ ഉള്ളൂ. അലക്സാണ്ടറും രൂപേസും കർത്താവിൽ പ്രസിദ്ധരായെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പുസ്തകം ചുമക്കുന്നത് വെറുതെയല്ല. ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. യേശുവിന്റെ രക്തം ജയം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചില വിടുതലുകളെ നൽകുന്ന പകൽക്കാലമാ. നിന്റെ കുടുംബത്തിൽ ഈ പെട്ടകം ഇറങ്ങുന്ന പകൽക്കാലമാ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ആ ബലമുള്ള ഗോപുരത്തിൽ നമ്മൾ ഓടിച്ചെല്ലാം. നമുക്ക് അഭയം അവിടെയുണ്ട്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.